ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യയുടെ അതിർത്തി പ്രദേശമായ ജമ്മു കാശ്മീരിൽ അശാന്തി പടരുകയാണ്. സിവിലിയന്മാർക്ക് നേരെയും ടൂറിസ്റ്റുകൾക്ക് നേരെയും ഇന്ത്യൻ സൈന്യത്തിന് നേരെയുമുള്ള ദിനം പ്രതിയുള്ള ആക്രമണങ്ങൾ കൂടി വരികയാണ്. കഴിഞ്ഞ 1-2 മാസത്തിനിടെ നിരവധി നമ്മുടെ ജവാന്മാരാണ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെട്ടത്. സൈന്യത്തിൻ്റെ തിരിച്ചടിയിൽ ഭീകരരും കൊല്ലപ്പെടുന്നുണ്ടുവെങ്കിലും താഴ്വരയിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വലിയ നിരാശ ഉണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറെക്കുറെ ജമ്മു കാശ്മീരിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. അവിടെ സമാധാനം പുലരുന്നു എന്നതിൻ്റെ സൂചനകളായിരുന്നു കഴിഞ്ഞ 2 കൊല്ലമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷം വളരെ വ്യാപകമായി തന്നെ അവിടെ ആഘോഷിക്കുന്നത് നാം കണ്ടത്. സ്കൂളുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഓരോ ഭവനങ്ങളിലും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ആ തദ്ദേശീയരുടെ കാഴ്ചകൾ ഏതൊരു ദേശീയ ബോധമുള്ള ഇന്ത്യൻ പൗരനും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ക്രിസ്മസിനും ഈസ്റ്ററിനുമെല്ലാം ആഘോഷങ്ങൾ നടത്തുന്ന ക്രൈസ്തവർ അടക്കമുള്ളവരുടെ കൂടെ മറ്റുള്ളവരും പങ്കുചേരുന്നതുമൊക്കെ അത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. എന്നാൽ 2019 കേന്ദ്ര ഗവൺമെന്റ് ജമ്മു കാശ്മീരിൻ്റെ ആ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം ഭീകരപ്രവർത്തനത്തിൻ്റെ ആ രൂപവും തന്ത്രവുമൊക്കെ മാറ്റിയിരിക്കുകയാണ് അവർ. അതിന് പ്രധാനമായും ഭീകരരുടെ ഗ്രൂപ്പുകളുടെ പേരുകളുടെ മാറ്റമാണ്. നേരത്തെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജെയ്ഷെ മുഹമ്മദ്, അള്ള ടൈഗേഴ്സ് എന്നൊക്കെ തുടങ്ങി മുസ്ലിം പേരുകളിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നതെങ്കിൽ കാശ്മീർ ടൈഗേഴ്സ് പോലുള്ള പുതിയ പേരുകളിലാണ് ഇപ്പോൾ ഭീകരപ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്ന എല്ലാ ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം കാശ്മീർ ടൈഗേഴ്സാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ആഗോളതലത്തിൽ മുസ്ലിം തീവ്രവാദമെന്ന ആ ദുഷ്പേര് മാറ്റാൻ കൂടിയാണ് ഇങ്ങനെയുള്ള പേരുമാറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, തദ്ദേശീയരുടെ ഇടയിൽ അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സംഘടന എന്ന ആ പ്രതിച്ഛായ ഉണ്ടാക്കുകയും ചെയ്യാം. പ്രധാനമായും പൂഞ്ച്, രജൌരി, കത്വ, ദോഡ, റസായി തുടങ്ങിയ ജില്ലകളിലാണ് കൂടുതൽ ആക്രമണം ഇപ്പോൾ നടക്കുന്നത്. ജമ്മു കാശ്മീരിലെ ജമ്മുവിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു സമുദായക്കാരും ഒക്കെ ഉണ്ടെങ്കിലും കാശ്മീരിൽ മുസ്ലിങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. പർവ്വതങ്ങളും കൊടുങ്കാടും ദുർഘടമായിട്ടുള്ള ഭൂപ്രകൃതി മൂലം സൈന്യത്തിന് പെട്ടെന്ന് അവിടെ എത്തിപ്പെടുവാൻ സാധ്യവുമല്ല. വനമേഖല ഒളിത്താവളങ്ങളാക്കുന്ന ഈ ഭീകരർ പതുങ്ങിയിരുന്ന് സൈനിക വാഹനങ്ങളെ ആക്രമിക്കുകയും അതേപോലെ കൂടുതൽ സൈനിക സാന്നിധ്യമില്ലാത്ത ചെക്ക് പോസ്റ്റുകളിൽ ആക്രമണം നടത്തുകയും ചെയ്യും. ഇപ്പോഴാണ് കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ ഇന്ത്യയിലെ നാനാഭാഗത്തു നിന്നും ആളുകൾ, ഇപ്പോൾ വിനോദസഞ്ചാരികൾ അവിടെ എത്തിത്തുടങ്ങിയത്. ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും നിരവധി പേരാണ് വിനോദയാത്രയ്ക്കായി കാശ്മീരിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ 2 മാസം മുമ്പ് തീർത്ഥാടകർക്ക് നേരെയും ടൂറിസ്റ്റുകൾക്ക് നേരെയും ഭീകരർ നടത്തിയ ആക്രമണം അല്പം ആശങ്ക ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ശാന്തിയും സമാധാനവും കാശ്മീരിൽ പുലരുന്നത് നാം കാണുന്നത്. BJPയുടെ അജണ്ടയിൽ എത്രയോ വർഷങ്ങളായി ജമ്മു കാശ്മീരിനെ അടയാളപ്പെടുത്തുന്നു. അവിടെ ശാന്തിയും സമാധാനവും പുലരാൻ ആക്രമണത്തെ അമർച്ച ചെയ്യുവാൻ തീവ്രവാദികളെ ഭയന്ന് സ്വന്തം വീടും കൂടും ഒക്കെ വിട്ട് അഭയാർത്ഥികളായി മറ്റിടങ്ങളിൽ കഴിയുന്നവരുടെ ആവശ്യങ്ങൾ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതും BJP എന്നാണോ തുടങ്ങിയത് ആ തുടങ്ങിയ കാലം മുതലേ അവരുടെ പ്രവർത്തന പദ്ധതിയിലുള്ളതുമാണ്. നേരത്തെ സൂചിപ്പിച്ച ആ ദോഡ ജില്ലയിലെ അവസാനത്തെ ഹിന്ദുവിനെയും ഒഴിവാക്കിയ ഒരു സാഹചര്യത്തിലാണ് 2006 അന്നത്തെ BJPയുടെ ദേശീയ പ്രസിഡന്റായിരുന്ന LK അദ്വാനിയുടെ നേതൃത്വത്തിൽ 2 ആഴ്ച കാലം നീണ്ടു നിൽക്കുന്ന ഒരു സമരം അവിടെ ജമ്മുവിൽ കാഴ്ചവെച്ചത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും നേതാക്കളെ എത്തിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഓരോ ദിവസവും 2 സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ കൂട്ടമായി ചേർന്ന് അങ്ങനെ സമരം നടത്തുന്നതായിരുന്നു രീതി. ദോഡ ജില്ലയെ ഭീകരിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു അന്നത്തെ മുദ്രാവാക്യവും. എല്ലാ ദിവസത്തെയും സമ്മേളനത്തിൽ ലാൽ കൃഷ്ണ അദ്വാനി അവിടെ പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നത്തെ ഗോവ ഗവർണറും അന്നത്തെ BJPയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിൽ നിന്നുമുള്ളവരുടെ സമരം. അങ്ങനെ എത്രയെത്ര സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, രഥയാത്രകൾ കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്വാനിയുടെ നേതൃത്വത്തിൽ, അതേപോലെ വാജ്പേയിയുടെ നേതൃത്വത്തിലെല്ലാം ഇന്ത്യയിൽ നടന്നിരിക്കുന്നു. അവരുടെയെല്ലാം നിരവധി ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന കാശ്മീരിലെ അല്പമെങ്കിലും പറയാവുന്ന ഈ സ്വാതന്ത്ര്യം.
അതിന് നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പോൾ നേതൃത്വം നൽകുന്നെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൽ ഇനിയും ഭീകരവാദവും തീവ്രവാദവും വളരാൻ ഒരിക്കലും അനുവദിക്കരുത്. അതിനുള്ള ശ്രമങ്ങൾ വരുമ്പോൾ തന്നെ അമർച്ച ചെയ്യുകയാണ് വേണ്ടത്. ഭരണവിരുദ്ധത പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരിക്കലും ഇന്ത്യയിലെ പ്രതിപക്ഷ വിഭാഗങ്ങൾ ഭീകരവാദികളെ വെള്ളപൂശുകയോ അതുപോലെ തന്നെ അനുകൂലിക്കുകയോ ചെയ്യരുത്. കാരണം ഇന്ത്യയിൽ ഒരു ചെറിയ ഭൂരിപക്ഷം ഒഴിച്ച് മറ്റെല്ലാവരും തന്നെ ഇവിടെ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്നവരുമാകണം നമ്മുടെ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും.